ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുളിഞ്ചീൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടല്ലോ, ഞാൻ പ്രീ പ്രൈമറി TTCക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ചേച്ചി പറഞ്ഞ റെസിപ്പി ആട്ടോ മിനി ചേച്ചി. അപ്പോൾ മിനി ചേച്ചിക്ക് ഒത്തിരി താങ്ക് യു. അപ്പോൾ ഞാൻ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് സാധാ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അത് വെച്ചിട്ടല്ല കേട്ടോ. നമ്മുടെ മറ്റേ ഓർക്കാപ്പുളി, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഇതിന് പറയുക. അപ്പോൾ എങ്ങനെയാണ് നോക്കല്ലേ. അപ്പോൾ ഇതാണ് സാധനം. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഞാൻ ഒരു 10-15 എണ്ണം 4ആയിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ വേവിച്ചിട്ടാട്ടോ മാറ്റണത്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 2-3 വിസിൽ വേവിച്ചെടുക്കുക. പിന്നെ 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അതൊന്ന് മെൽറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുക്കറിൽ നിന്നൊക്കെ മാറ്റി വേറൊരു ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഉടച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. അല്ലാന്ന് വെച്ചെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ എടുത്ത് മാറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ അതൊന്ന് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് വേറൊരു രീതിയിലും കൂടെ വെക്കാം. നമുക്ക് പുളി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാൻ ഏതായാലും ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താലും നല്ല റിസൾട്ടാണ്. ഇത് ആവുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സാധാരണ നമ്മൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നത് തന്നെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് കൊത്തി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മുടെ പുളിയിഞ്ചിക്കൊക്കെ സാധാരണ അരിപ്പൊടിയോ അല്ലെങ്കിൽ എള്ള്, കറുത്ത എള്ള്, അതുപോലെ തന്നെ ഉഴുന്ന് ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും, ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല, കാരണം നമ്മൾ പുളി ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് കീറാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എണ്ണയിൽ കിടന്നിങ്ങോട്ട് പൊരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓർക്കാപ്പുളി വെച്ചിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനും തന്നെ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാ നമ്മുടെ പുളി ഉപയോഗിച്ച് ഉണ്ടാക്കണ അതേ രുചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്